നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. എക്സാമ്പിൾസ് നോക്കൂ. ഷീ റൈറ്റ്സ് പോയംസ്. ഇതിന്റെ അർത്ഥം എന്താ? അവള് കവിതകൾ എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതും. നമുക്കിത് മലയാളത്തിൽ പറയുമ്പോൾ രണ്ട് രീതിയിലും പറയാം. ഷീ റൈറ്റ്സ് പോയംസ് എന്ന് പറയുമ്പോൾ കവിതകൾ എഴുതാറുണ്ട് എന്ന അർത്ഥവും നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ കവിതകൾ എഴുതും എന്ന അർത്ഥവും എടുക്കാം. ഹീ പ്ലേസ് ദ വയലിൻ. അവൻ വയലിൻ വായിക്കും അല്ലെങ്കിൽ വായിക്കാറുണ്ട്. ഷീ ഓഫൺ കംസ് ഹിയർ. അവൾ ഇവിടെ കൂടെ കൂടെ വരാറുണ്ട്. ഐ ലവ് ആനിമൽസ്. എനിക്ക് മൃഗങ്ങളെ ഇഷ്ടമാണ്. ഇവിടെ ആദ്യത്തെ 3 സെന്റൻസിലും പറയുന്നത് പതിവായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അവൾ കവിതകൾ എഴുതാറുണ്ട്, അവൻ വയലിൻ വായിക്കാറുണ്ട്, അവൾ ഇവിടെ കൂടെ കൂടെ വരാറുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാറുണ്ട്, അവിടെ പോവാറുണ്ട്, വരാറുണ്ട്, തരാറുണ്ട്. ഇതെല്ലാം പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അതുപോലെ നമുക്ക് എന്തിനെങ്കിലും ഇഷ്ടമാണ്, ഇഷ്ടമല്ല, ഇതെല്ലാം പറയുന്നതിന് വേണ്ടിയും നമ്മൾ ഈ ടെൻസ് തന്നെയാണ് ഉപയോഗിക്കുക. നമുക്ക് എന്തെങ്കിലും വേണം, വേണ്ട, ഇതെല്ലാം സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാണ് നമ്മൾ പറയുന്നത്. ജനറൽ ട്രൂത്ത്സ്, പൊതുവെ സത്യമായ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയും നമ്മൾ ഈ ടെൻസ് തന്നെ ഉപയോഗിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാണ് നമ്മൾ പറയുന്നത്. കാരണം ഇത് യൂണിവേഴ്സലി ട്രൂ ആണ്, എല്ലായ്പ്പോഴും സത്യമായ ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനും നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇവിടെ തന്നെ ഈ എക്സാമ്പിൾസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഓക്സിലറി വേർബ്സ് ഒന്നും തന്നെയില്ല. വെർബ് തീർച്ചയായും ഉണ്ട്. ഷീ റൈറ്റ്സ് പോയംസ് എന്ന സെന്റൻസിലെ വെർബാണ് റൈറ്റ്സ്. ഹി പ്ലേസ് ദ വയലിൻ, അവിടുത്തെ വെർബാണ് പ്ലേസ്. പക്ഷെ ഓക്സിലറീസ് ഇല്ല. ഈ തന്ന എക്സാമ്പിൾസ് എല്ലാം അഫർമേറ്റീവ് സെന്റൻസസ് ആണ്, അതായത് പോസിറ്റീവ് സെന്റൻസസ് ആണ്. ആക്ച്വലി ഓക്സിലറീസ് ഇല്ലാത്തത് ഒരു പ്രശ്നമാണ്. കാരണം ഇംഗ്ലീഷിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ, അതുപോലെ തന്നെ നെഗറ്റീവ് സെന്റൻസസ് ഉണ്ടാക്കണമെങ്കിൽ ഓക്സിലറീസ് കൂടിയേ തീരും. അതുകൊണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഒരു അഫർമേറ്റീവ് സെന്റൻസ്, അതായത് ഈ തന്നതുപോലെയുള്ള സെന്റൻസ് നമുക്ക് നെഗറ്റീവ് ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് നമ്മൾ അവിടെ ഡു അല്ലെങ്കിൽ ഡസ് എന്ന ഓക്സിലറീസിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കും. ഈ എക്സാമ്പിൾസ് നോക്കൂ. ഷീ റൈറ്റ് സ്റ്റോറീസ്. അവൾ കഥകൾ എഴുതാറുണ്ട് അല്ലെങ്കിൽ അവൾ കഥകൾ എഴുതും. ഇവിടെ നമ്മൾ റൈറ്റ് എന്ന വെർബിന്റെ കൂടെ ഒരു എസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതും സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഒരു പ്രത്യേകതയാണ്. സബ്ജക്റ്റ് സിംഗുലർ ആവുന്ന സമയത്താണ് നമ്മളിങ്ങനെ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യുന്നത്. സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്ന വാക്കിനാണ് സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഷീ, അവൾ, ഒരാളെ ഉള്ളൂ. ഇപ്പൊ അതിന് പകരം അവർ, ദേ ആയിരുന്നെങ്കിൽ നമ്മൾ ഈ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാ ദേ റൈറ്റ് സ്റ്റോറീസ് എന്നാണ്. അവര് കഥകൾ എഴുതാറുണ്ട്. ഷീ റൈറ്റ് സ്റ്റോറീസ് എന്ന ഈ അഫർമേറ്റീവ് സെന്റൻസിനെ നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നത്? അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഡസ് നോട്ട് ആണ്. ഇവിടെ ഡസ് ഉപയോഗിക്കാൻ കാരണം ഷീ സിംഗുലർ സബ്ജക്റ്റ് ആയത് കാരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കുന്നതിന് ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കുമെന്ന്. ഡസ് നമ്മൾ ഉപയോഗിക്കുന്ന സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഒന്നുകിൽ സിംഗുലർ നൗൺ അല്ലെങ്കിൽ സിംഗുലർ പ്രിനൗൺ. ഡു നമ്മൾ ഉപയോഗിക്കുന്ന പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്. പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ മാത്രമല്ല ഐ, യു, ഈ 2 പ്രൊനൗൺസിന്റെ കൂടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ഡു ആണ്. പ്ലൂറൽ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്കാണ് പ്ലൂറൽ നൗൺസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സെന്റൻസ് നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവിലേക്ക് ആക്കുക? ഷീ ഡസ് നോട്ട് റൈറ്റ് സ്റ്റോറീസ്. ഷീ റൈറ്റ്സ് നോട്ട് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ പോരാ. പൊതുവെ നമ്മൾ ഇംഗ്ലീഷിൽ വെർബിന് ശേഷം നോട്ട് ആഡ് ചെയ്തിട്ടാണ് നെഗറ്റീവ് ഉണ്ടാക്കുന്നത്. പക്ഷേ അത് ഓക്സിലറി വെർബിന് ശേഷമാണ്. ഓക്സിലറി വെർബ് ഇല്ലാത്ത ഒരു സെന്റൻസിൽ നമ്മളൊരു ഓക്സിലറി വെർബ് അവിടെ യൂസ് ചെയ്യണം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഡൂവും ഡസും ആണ്. ഷീ ഡസ് നോട്ട് റൈറ്റ് സ്റ്റോറീസ്. ഡസ് നോട്ടിന് ശേഷം പിന്നെ റൈറ്റ്സ് എന്ന് പറയരുത്, റൈറ്റ്. ഡു, ഡസ്, ഡിഡ്, ഇതിന് ശേഷം എല്ലായ്പ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോം V1 വേണം ഉപയോഗിക്കാൻ. അതിന്റെ കൂടെ എസ് ആഡ് ചെയ്യരുത്. ഷീ ഡസ് നോട്ട് റൈറ്റ് സ്റ്റോറീസ്. അവൾ കഥകൾ എഴുതാറില്ല. ഇനി ഇത് ക്വസ്റ്റ്യൻ ആണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ആ ഓക്സിലറി എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെക്കണം. അത്രയേ ചെയ്യാനുള്ളൂ. ഇവിടെ സബ്ജക്റ്റ് ഷീ ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ഡസ് തന്നെയാണ്. അപ്പോൾ ഡസ് ഉപയോഗിച്ച് വേണം നമ്മൾ ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഈ ചോദ്യം തുടങ്ങാൻ. ഡസ് ഷീ റൈറ്റ് സ്റ്റോറീസ്. അവൾ കഥകൾ എഴുതാറുണ്ടോ? ഡസ് ഷീ റൈറ്റ് സ്റ്റോറീസ്. ഷീ റൈറ്റ് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ അവൾ കഥകൾ എഴുതാറുണ്ട്. ഷീ ഡസ് നോട്ട് റൈറ്റ് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ അവൾ കഥകൾ എഴുതാറില്ല. ഡസ് ഷീ റൈറ്റ് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ അവൾ കഥകൾ എഴുതാറുണ്ടോ? അത് ചോദ്യമാണ്. എപ്പോഴും ഇത് ഓർത്തിരിക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കേണ്ടി വരും. ഡസ് ഉപയോഗിക്കുന്ന സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഡു ഐയുടെയും യുവിന്റെയും മറ്റ് പ്ലൂറൽ സബ്ജക്ട്സിന്റെയും കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഡു യു റൈറ്റ് പോയംസ്?
ഇവിടെ നമ്മൾ ഡു ഉപയോഗിക്കാൻ കാരണം എന്താ? സബ്ജക്റ്റ് യു ആണ്. ഡു യു റൈറ്റ് പോയംസ് എന്ന് ചോദിക്കുമ്പോൾ നീ കവിതകൾ എഴുതാറുണ്ടോ? ഐ റൈറ്റ് പോയംസ് എന്ന് പറയുമ്പോൾ ഞാൻ കവിതകൾ എഴുതാറുണ്ട്. ഡു യു റൈറ്റ് പോയംസ് എന്ന് ചോദിക്കുമ്പോൾ നീ കവിതകൾ എഴുതാറുണ്ടോ? ഇവിടെ ഡസ് ഉപയോഗിക്കരുത്. ഡസ് ഹി പ്ലേ ദ വയലിൻ? അവൻ വയലിൻ വായിക്കുമോ? അല്ലെങ്കിൽ അവൻ വയലിൻ വായിക്കാറുണ്ടോ? ഡസ് ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് ഹി ആയതുകൊണ്ടാണ്. ഹി ഒരു സിംഗുലർ പ്രൊനൗൺ ആണ്. ഒരു ഇംഗ്ലീഷ് സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയി നമുക്ക് നൗൺസ് ഉപയോഗിക്കാം, പ്രൊനൗൺസ് ഉപയോഗിക്കാം. ചിലപ്പോൾ നമ്മൾ ING ഫോംസും ഉപയോഗിക്കാറുണ്ട്. പ്രൊനൗൺസ് എന്ന് പറയുന്നത് ഹി, ഷീ, ദേ, ഐ, വി, യു ഇതുപോലുള്ള വാക്കുകളാണ്. നൗൺസ് എന്ന് പറയുമ്പോൾ ബോയ്, ഗേൾ, ബുക്ക്, പെൻ, ട്രീ, സ്കൂൾ, കൺട്രി ഇതെല്ലാം നൗൺസ് ആണ്. എന്തിൻ്റെയെങ്കിലും ഒരു പേര്, അതാണ് നൗണ്. അപ്പോൾ സബ്ജക്റ്റ് ആയിട്ട് വരിക എപ്പോഴും ഒരു നൗണോ പ്രൊനൗണോ ആയിരിക്കും. ചിലപ്പോൾ ING ഫോംസും വരാറുണ്ട്, അതിപ്പോൾ ഇവിടെ പറയുന്നില്ല. ഡു യു റൈറ്റ് പോയംസ്? നീ കവിതകൾ എഴുതാറുണ്ടോ? ഡസ് ഹി പ്ലേ ദ വയലിൻ? അവൻ വയലിൻ വായിക്കാറുണ്ടോ അല്ലെങ്കിൽ വായിക്കുമോ? ഈ രണ്ട് അർത്ഥത്തിലും നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഡൂവും ഡസും ഉപയോഗിച്ച് എങ്ങനെ ക്വസ്റ്റ്യൻസും നെഗറ്റീവ് സെന്റൻസസും ഉണ്ടാക്കാമെന്നാണ്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ മലയാളത്തിൽ കുറച്ച് സെന്റൻസസ് പറയും, നിങ്ങൾ അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കണം. നീ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? ഇതെങ്ങനെയാ ചോദിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ എല്ലായ്പ്പോഴും ഒരു ഓക്സിലറി വെർബ് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് തുടങ്ങുന്നത്. WH ക്വസ്റ്റ്യൻസ് അങ്ങനെയല്ല. WH ക്വസ്റ്റ്യൻസിൽ ആദ്യം വരിക ആ WH ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും. അതായത് വാട്ട്, വിച്ച്, വൈ, ഹൂ ഇതെല്ലാം ഉപയോഗിച്ചാണ് ആ ക്വസ്റ്റ്യൻസ് തുടങ്ങുക. അതിനുശേഷം പിന്നെ ഓക്സിലറിയാണ് വരിക. അതല്ലാതെ ഒരു yes or no ക്വസ്റ്റ്യനിൽ, yes or no ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ ഒന്നുകിൽ yes ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലായ്പ്പോഴും ഓക്സിലറി വെർബ് ഉപയോഗിച്ച് വേണം തുടങ്ങാൻ. മറ്റു വെർബ്സ് യൂസ് ചെയ്യരുത്. നീ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? സബ്ജക്റ്റ് യു ആണ്, നീ അല്ലേ? അതിൻ്റെ കൂടെ അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ഏതാണ്? ഡു ആണ്. വരാറുണ്ട് അല്ലെങ്കിൽ വരാറുണ്ടോ എന്നെല്ലാം ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഓക്സിലറി ഡു അല്ലെങ്കിൽ ഡസ് ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് യു ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഡു ആണ്. ആ ഓക്സിലറിക്ക് ശേഷം പിന്നെ വരുന്നത് സബ്ജക്റ്റ് ആണ്. ഡു യു? വരാറുണ്ടോ? കം. ഇവിടെ ഹിയർ. സ്ഥലം സൂചിപ്പിക്കുന്ന വാക്കുകൾ പൊതുവെ സെന്റൻസിന്റെ അവസാനമാണ് വരിക. ഡു യു കം ഹിയർ? നീ ഇവിടെ വരാറുണ്ടോ? ഇനി ഇടയ്ക്കിടെ എന്ന ഒരു അർത്ഥം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഓഫൺ എന്ന ഒരു അഡ്വർബ് കൂടി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഡു യു ഓഫൺ കം ഹിയർ? ഓഫൺ നമ്മൾ ഉപയോഗിച്ചത് മെയിൻ വെർബായ കം എന്നതിന് മുന്നിലാണ്. ഡു യു ഓഫൺ കം ഹിയർ? നീ ഇവിടെ കൂടെ കൂടെ വരാറുണ്ടോ? ഇനി അവൻ ഇവിടെ കൂടെ കൂടെ വരാറുണ്ടോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ, സബ്ജക്റ്റ് അവനാവുമ്പോൾ, ഹി ആവുമ്പോൾ നമുക്ക് ഡു ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഡസ് ആണ്. ഡസ് ഹി ഓഫൺ കം ഹിയർ? അവൻ ഇവിടെ കൂടെ കൂടെ വരാറുണ്ടോ? ഇങ്ങനെ വരാറുണ്ടോ, പോവാറുണ്ടോ, ചെയ്യാറുണ്ടോ, തരാറുണ്ടോ ഇതെല്ലാം ചോദിക്കാൻ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കാം. മറ്റ് ഓക്സിലറീസ് അല്ല യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് ഡുവും ഡസും ആണ്. നീ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ? ഇതും ഹാബിറ്റിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് അല്ലെ? നമ്മൾ ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സബ്ജക്റ്റ് യു ആണ്, നീ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഏത് ഓക്സിലറിയാ യൂസ് ചെയ്യാം? ഡു തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ ഓക്സിലറി ഉപയോഗിച്ചാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. ഡു പിന്നെ സബ്ജക്റ്റായി യു. ഡു യു രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ? എഴുന്നേൽക്കുക എന്നതിന് നമുക്ക് വേക്കപ്പ് എന്ന് പറയാം. വേക്കപ്പ് എന്ന് പറയുമ്പോൾ ഉണരുക എന്നാണ്. ഉണർന്ന് എഴുന്നേൽക്കുന്നതിന് ഗെറ്റപ്പ് എന്ന് പറയാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന വെർബ് വേക്കപ്പ് ആണ്. ഡു യു പിന്നെ മെയിൻ വെർബ് വേക്കപ്പ്. ഡു യു വേക്കപ്പ് നേരത്തെ, ഏർലി, രാവിലെ, ഇൻ ദ മോർണിംഗ്. ഡു യു വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? ഡു യു വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? വേർഡ് ഓർഡർ ശ്രദ്ധിക്കൂ. ആദ്യം ഓക്സിലറി, പിന്നെ സബ്ജക്റ്റ്, അതിനുശേഷം മെയിൻ വെർബ്, പിന്നെയാണ് അഡ്വേർബ്സ് എല്ലാം വരുന്നത്. സമയം സൂചിപ്പിക്കുന്ന വാക്കുകൾ, സ്ഥലം സൂചിപ്പിക്കുന്ന വാക്കുകളൊക്കെ പൊതുവെ ഒരു ഇംഗ്ലീഷ് സെന്റൻസിന്റെ അവസാനമാണ് വരിക. ഇവിടെ ഇപ്പോൾ ഇൻ ദ മോർണിംഗ് എന്ന ടൈം സൂചിപ്പിക്കുന്ന വാക്ക് ഏറ്റവും അവസാനമാണ് വന്നത്. ഡു യു വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? നീ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ? ഡസ് അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. അവൻ എഴുന്നേൽക്കാറുണ്ടോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഡസ് ആണ്. ഡസ് ഹി വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? നീ ധാരാളം വായിക്കാറുണ്ടോ? ഇവിടെയും സബ്ജക്റ്റ് യു ആണ്. അത് കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ഡു തന്നെയാണ്. ഡു പിന്നെ സബ്ജക്റ്റ് യു, അതിനുശേഷം മെയിൻ വെർബ് റീഡ്.
ഡു യു റീഡ് നീ വായിക്കാറുണ്ടോ, ധാരാളം വായിക്കാറുണ്ടോ. എ ലോട്ട് അല്ലെങ്കിൽ ഡു യു റീഡ് മച്ച് നീ ധാരാളം വായിക്കാറുണ്ടോ. ഡു യു റീഡ് എ ലോട്ട് അല്ലെങ്കിൽ ഡു യു റീഡ് മച്ച്. നീ വീക്കെൻഡിൽ ജോലി ചെയ്യാറുണ്ടോ. ഇതും ഒരു പതിവിനെ കുറിച്ച്, ഒരു ഹാബിറ്റിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ടെൻസ് ആയിരിക്കണം, സിമ്പിൾ പ്രസന്റ് തന്നെ ആയിരിക്കണം. സബ്ജക്റ്റ് യു ആണ്, അത് കാരണം ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ഡു ആണ്. ഡു യു ജോലി ചെയ്യുക, വർക്ക്. വീക്കെൻഡ് ഓൺ ദ വീക്കെൻഡ് അല്ലെങ്കിൽ അറ്റ് ദ വീക്കെൻഡ്. ഇൻ ദ വീക്കെൻഡ് അല്ല, ഓൺ അല്ലെങ്കിൽ അറ്റ്, ഈ രണ്ട് പ്രിപ്പോസിഷൻസിൽ ഏതെങ്കിലും ഒന്നാണ് വീക്കെൻഡിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത്. ഡു യു വർക്ക് ഓൺ ദ വീക്കെൻഡ് നീ വീക്കെൻഡിൽ ജോലി ചെയ്യാറുണ്ടോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്, ചെയ്യുന്നുണ്ടോ എന്നല്ല. ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളല്ല ഇതൊന്നും, മറിച്ച് നമ്മുടെ ഹാബിറ്റിനെ കുറിച്ച്, റുട്ടീനെ കുറിച്ച് എല്ലാം ഉള്ള ചോദ്യമാണ്. അങ്ങനെ ചെയ്യാറുണ്ടോ, ഇപ്പോൾ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയാണ് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത്. നീ മാംസം കഴിക്കുമോ. ഇതൊരു പ്രിഫറൻസിനെ കുറിച്ച്, നമ്മുടെ ഒരു താല്പര്യത്തിനെ കുറിച്ച്, ഇഷ്ടത്തിനെ കുറിച്ചെല്ലാം ഉള്ള ചോദ്യമാണ്. ഇതിനെക്കുറിച്ച് പറയാനും നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ്. നീ മാംസം കഴിക്കുമോ. മാംസം മീറ്റ് അല്ലെ. ഡു യു പിന്നെ മെയിൻ വെർബ് ഈറ്റ്. എന്ത് കഴിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്, മാംസം മീറ്റ്. ഡു യു ഈറ്റ് മീറ്റ് നീ മാംസം കഴിക്കാറുണ്ടോ അല്ലെങ്കിൽ കഴിക്കുമോ. ഡു യു ഈറ്റ് മീറ്റ് നീ മാംസം കഴിക്കാറുണ്ടോ അല്ലെങ്കിൽ കഴിക്കുമോ. അവൻ കഴിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ഓക്സിലറി യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡു അല്ല, ഡസ് ആണ്. ഡസ് ഹി ഈറ്റ് മീറ്റ് അവൻ മാംസം കഴിക്കുമോ, കഴിക്കാറുണ്ടോ. ഡസ് ഹി ഈറ്റ് മീറ്റ്. നീ കൂടെ കൂടെ നിന്റെ ഗ്രാൻഡ് പേരൻസിനെ സന്ദർശിക്കാറുണ്ടോ. ഡു യു വിസിറ്റ് യുവർ ഗ്രാൻഡ് പേരൻസ് നീ നിന്റെ ഗ്രാൻഡ് പേരൻസിനെ സന്ദർശിക്കാറുണ്ടോ. കൂടെ കൂടെ എന്ന അർത്ഥത്തിന് നമ്മൾ ഓഫൺ എന്ന അഡ്വർബ് കൂടി അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ പൊസിഷൻ വെർബിന് മുന്നിലാണ്, ഓക്സിലറി വെർബിന് മുന്നിലല്ല. ഓക്സിലറിക്ക് ശേഷവും മെയിൻ വെർബിന് മുന്നിലുമായിട്ടാണ് ഓഫൺ വരുന്നത്. ഡു യു ഓഫൺ വിസിറ്റ് യുവർ ഗ്രാൻഡ് പേരൻസ്. നോക്കിയാൽ അറിയാം, ഓഫൺ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് വിസിറ്റ് എന്ന മെയിൻ വെർബിന് മുന്നിലാണ്. ഇതും ക്വസ്റ്റ്യൻ ആണ്, ഇതും തുടങ്ങുന്നത് ഡു ഉപയോഗിച്ചാണ്. എല്ലായ്പ്പോഴും ഇംഗ്ലീഷിലെ ഒരു ക്വസ്റ്റ്യൻ ഒരു ഓക്സിലറി ഉപയോഗിച്ചാണ് തുടങ്ങുന്നത്. ഡു യു ഓഫൺ വിസിറ്റ് യുവർ ഗ്രാൻഡ് പേരൻസ്. നിങ്ങൾ ഇടയ്ക്കിടെ പുറത്തു നിന്നും ഭക്ഷണം കഴിക്കാറുണ്ടോ. പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് നമ്മൾ പറയുന്ന വെർബാണ് ഈറ്റ് ഔട്ട്, അത്രയേ പറയുള്ളൂ. ഇടയ്ക്കിടെ പുറത്തു നിന്നും ഭക്ഷണം കഴിക്കാറുണ്ടോ. സബ്ജക്റ്റ് ഇവിടെയും യു തന്നെയാണ്. ഡു യു ഓഫൺ ഈറ്റ് ഔട്ട് നിങ്ങൾ ഇടയ്ക്കിടെ പുറത്തു നിന്നും ഭക്ഷണം കഴിക്കാറുണ്ടോ. ഇപ്പൊ ഇവിടെ രാജു കൂടെ കൂടെ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ടോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടതെങ്കിലും, അതായത് സബ്ജക്റ്റ് രാജു ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചോദിക്കുക. അപ്പൊ നമുക്ക് ഡു ഉപയോഗിക്കാൻ പറ്റില്ല, അതിന് പകരം നമ്മൾ ഡസ് ആണ് ഉപയോഗിക്കുക. കാരണം രാജു ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഡസ് പിന്നെ സബ്ജക്റ്റ് ആയ രാജു വരും. രാജു പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുക, ഈറ്റ് ഔട്ട്. ഡസ് രാജു ഈറ്റ് ഔട്ട്. അതില് കൂടെ കൂടെ എന്ന അർത്ഥം വേണമെങ്കിൽ ഈറ്റിന് മുന്നിൽ നമ്മൾ ഓഫൺ ഉപയോഗിക്കും. ഡസ് രാജു ഓഫൺ ഈറ്റ് ഔട്ട് രാജു കൂടെ കൂടെ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ടോ. രാജു സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡു അല്ല, ഡസ് ആണ്. ഡസ് രാജു ഓഫൺ ഈറ്റ് ഔട്ട്. നിനക്ക് തലവേദനയുണ്ടോ. ഇത് ഹാബിറ്റിനെ കുറിച്ചുള്ള ചോദ്യമല്ല, ഇതൊരു സ്റ്റേറ്റിനെ കുറിച്ചുള്ള ചോദ്യമാണ് അല്ലെ. തലവേദന ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നെല്ലാം പറയുന്നത് ഒരു അവസ്ഥയാണ്. എനിക്ക് തലവേദന ഉണ്ട് എന്നെങ്ങനെയാ പറയുന്നത്. ഐ ഹാവ് എ ഹെഡേക്ക് അല്ലെ. അവനാണെങ്കിൽ ഹി ഹാസ് എ ഹെഡേക്ക്. ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവും ഹാസും ആണ്. ഐ ഹാവ് എ ഹെഡേക്ക് എന്നായാലും ഹി ഹാസ് എ ഹെഡേക്ക് എന്നായാലും അതെല്ലാം സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസസ് ആണ്. ഹാസും ഹാവും കണ്ട ഉടനെ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണെന്ന് കരുതരുത്. ഹാസിനും ഹാവിനും ശേഷം V3 വരുമ്പോഴാണ്, അതായത് മറ്റേതെങ്കിലും ഒരു വെർബിന്റെ തേർഡ് ഫോം വരുമ്പോഴാണ് അത് പ്രസന്റ് പെർഫെക്റ്റ് ആയി മാറുന്നത്. ഹാസും ഹാവും മാത്രമേ ഉള്ളൂ എങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഹാസും ഹാവും ആണ്. ഇനിയിപ്പോ നമുക്ക് തലവേദന ഉണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. ഇത് നമുക്ക് ഡു ഉപയോഗിച്ചും പറയാം, ഹാവ് ഉപയോഗിച്ചും പറയാം. അതുപോലെ തന്നെ ഡസ് ഉപയോഗിച്ചും പറയാം, ഹാസ് ഉപയോഗിച്ചും പറയാം. ഇതപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം. ഡു യു ഹാവ് എ ഹെഡേക്ക് നിനക്ക് തലവേദന ഉണ്ടോ, അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എ ഹെഡേക്ക്. ഹാവ് ഉപയോഗിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ പിന്നെ സബ്ജക്റ്റായ യുവിന് ശേഷം ഗോട്ട് വരുന്നുണ്ട്. ഡു ഉപയോഗിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ യുവിന് ശേഷം ഹാവ് വരുന്നുണ്ട്. ഈ സ്ട്രക്ചർ ഓർത്തിരിക്കണം. ഡു യു ഹാവ് എ ഹെഡേക്ക് അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എ ഹെഡേക്ക്. കാർ ഉണ്ടോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാം ഡു യു ഹാവ് എ കാർ നിനക്ക് ഒരു കാർ ഉണ്ടോ, അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എ കാർ.
അവൻ ഒരു കാറുണ്ടോ? ഡസ് ഹി ഹാവ് എ കാർ? ഡസ് ഹി പിന്നെ വരുന്നത് ഹാവ് ആണ്, ഹാസ് അല്ല. ഡസ് ഹി ഹാവ് എ കാർ അല്ലെങ്കിൽ ഹാസ് ഹി ഗോട്ട് എ കാർ? അവനൊരു കാറുണ്ടോ? നിങ്ങൾ ഇടയ്ക്കിടെ ബീച്ചിൽ പോവാറുണ്ടോ? ഇതെങ്ങനെയാ ചോദിക്കുന്നത്? ബീച്ചിൽ പോവുക, ഗോ ടു ദ ബീച്ച് അല്ലേ? ഇടയ്ക്കിടെ പോവാറുണ്ടോ? ആ മീനിങ്ങിന് നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്നത് ഓഫൺ തന്നെയാണ്. സബ്ജക്റ്റ് യു ആയത് കാരണം നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്നത് ഡു ആണ്. ഡു യു ഓഫൺ ഗോ ടു ദ ബീച്ച്? നിങ്ങൾ ഇടയ്ക്കിടെ ബീച്ചിൽ പോവാറുണ്ടോ? ഗോ എന്ന വെർബിന് ശേഷം ടു എന്നൊരു പ്രിപ്പോസിഷൻ വരുന്നുണ്ട്. ബീച്ചിലേക്ക് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ടു ദ ബീച്ച് എന്ന് പറയുന്നത്. ഡു യു ഓഫൺ ഗോ ടു ദ ബീച്ച്? ബീച്ചിലേക്ക് കൂടെ കൂടെ പോവാറുണ്ടോ? ഗോ ദ ബീച്ച് എന്ന് പറഞ്ഞാൽ പോരാ, അതിനുശേഷമുള്ള പ്രിപ്പോസിഷൻ, ഗോയ്ക്ക് ശേഷം വരുന്ന ടു എന്ന പ്രിപ്പോസിഷൻ നിർബന്ധമായും അവിടെ ഉപയോഗിക്കണം. പക്ഷേ ഹിയർ, ദർ, ഔട്ട്സൈഡ്, ഇൻസൈഡ് അതിനൊന്നും മുന്നിൽ നമ്മൾ ഈ ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കില്ല. ഐ വെന്റ് ദർ അല്ലെങ്കിൽ ഡു യു ഗോ ദർ, നീ എവിടെ പോവാറുണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ഗോ ദർ എന്നാണ് ചോദിക്കുന്നത്, ഡു യു ഗോ ടു ദർ എന്നല്ല. ഹിയർ, ദർ, ഇൻസൈഡ്, ഔട്ട്സൈഡ് അതിന് മുന്നിലൊന്നും നമ്മൾ ടു ഉപയോഗിക്കുന്നില്ല. പക്ഷെ മറ്റു വാക്കുകൾക്ക് മുന്നിൽ സ്കൂൾ, കോളേജ്, ബീച്ച്, ഹോസ്പിറ്റൽ, ലൈബ്രറി ഇതിനെല്ലാം മുന്നിൽ നമ്മൾ ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. അവൾക്ക് ഒരു ജോലിയുണ്ടോ? തലവേദനയുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ് ഇതും. അവൾക്ക് ജോലിയുണ്ടോ? ജോലിയുണ്ടോ എന്നെങ്ങനെയാ പറയുന്നത്? ഷീ ഹാസ് എ ജോബ്. ഹാസ് ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് ഷീ ആയതാണ്. ഷീ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഹാസും പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവും ആണ്. അവൾക്ക് ഒരു ജോലിയുണ്ടോ? അവൾക്കൊരു ജോലി ഉണ്ട് എന്ന് പറയാൻ ഷീ ഹാസ് എ ജോബ് എന്നോ ഷീ ഹാസ് ഗോട്ട് എ ജോബ് എന്നോ പറയാം. ഇതും ഒരു സ്റ്റേറ്റ് ആണ്. ജോലിയുണ്ട് എന്നതൊരു സ്റ്റേറ്റ് ആണ്, ആക്ഷൻ അല്ല. ഇതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ നമുക്ക് ഡസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കാം. ഡു ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം സബ്ജക്റ്റ് ഷീ ആണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ചോദിക്കാൻ പറ്റും? ഡസ് അത് ഉപയോഗിച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. ഡസ് പിന്നെ സബ്ജക്റ്റ് ആയ ഷീ, ഡസ് ഷീ, അതിനുശേഷം ഹാവ്, ഡസ് ഷീ ഹാവ് എ ജോബ്. ഹാസ് ഉപയോഗിക്കരുത്, ഡസ് ഷീക്ക് ശേഷം ഹാവ് വേണം ഉപയോഗിക്കാൻ. ഡസ് ഷീ ഹാവ് എ ജോബ് അല്ലെങ്കിൽ ഹാസ് ഷീ ഗോട്ട് എ ജോബ്? ഹാസ് ഉപയോഗിച്ച് നമുക്ക് തുടങ്ങാം. പക്ഷെ ഡസിന് ശേഷം അത് ഡൂവിനായാലും ശരി ഡിഡിനായാലും ശരി പിന്നെ വരുന്നത് ഹാവ് ആണ്, ഹാസ് അല്ല. ഡസ് ഷീ ഹാവ് എ ജോബ് അല്ലെങ്കിൽ ഹാസ് ഷീ ഗോട്ട് എ ജോബ്? ഹാസ് ഉപയോഗിച്ചാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ അതിനുശേഷം ഗോട്ട് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഹാസ് ഷീ എ ജോബ് എന്ന് ചോദിച്ചാൽ പോരാ, ഹാസ് ഷീ ഗോട്ട് എ ജോബ്. നിനക്ക് ഉത്തരം അറിയാമോ? ഇതൊരു ഹാബിറ്റോ റുട്ടീനോ ലൈക്കോ ഡിസ്ലൈക്കോ ഒന്നുമല്ല. ഉത്തരം അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഏത് ടെൻസാ ഉപയോഗിക്കേണ്ടത്? പൊതുവേ നമ്മൾ ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി, അതായത് നമ്മളൊരു കാര്യം ചെയ്യാറുണ്ടെന്ന് പറയുന്നതിന് വേണ്ടിയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾസിലെല്ലാം അങ്ങനെയാണ് അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്താ ചോദിക്കുന്നത്? ഉത്തരം അറിയാമോ എന്നാണ്. അറിയുക എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് നോ ആണല്ലേ. ആ വെർബിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ ING ഫോം നമ്മൾ നോർമലി യൂസ് ചെയ്യില്ല. അതായത് എനിക്ക് ഉത്തരം അറിയാം എന്ന് പറയുന്നതിന് ഐ നോ ദ ആൻസർ എന്നാണ് പറയുന്നത്. ഐ ആം നോയിങ് ദ ആൻസർ എന്ന് പറയില്ല. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമുക്കൊരു കാര്യം അറിയാം എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതും സിമ്പിൾ പ്രസന്റ് ടെൻസിലായത് കാരണം ഇവിടെയും നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഡു അല്ലെങ്കിൽ ഡസ് വേണം ഉപയോഗിക്കാൻ. അപ്പൊ നിനക്ക് ഉത്തരം അറിയാമോ എന്നെങ്ങനെയാ ചോദിക്കുന്നത്? ഡു യു നോ ദ ആൻസർ? നിനക്ക് ഉത്തരം അറിയാമോ? ആർ യു നോയിങ് ദ ആൻസർ എന്ന് ചോദിക്കരുത്. പ്രസന്റ് കണ്ടിന്യൂസ് നോ എന്ന വെർബിന്റെ കൂടെ നമ്മൾ നോർമലി യൂസ് ചെയ്യില്ല. അപ്പോൾ ഉത്തരം അറിയാമോ എന്ന് ചോദിക്കുന്നതിന് ഡു യു നോ ദ ആൻസർ എന്ന് തന്നെ ചോദിക്കുക. അവൻ അറിയാമോ എന്നാണെങ്കിലോ ഡസ് ഹി നോ ദ ആൻസർ? എനിക്ക് അറിയില്ല എന്നാണെങ്കിലോ ഐ ഡോണ്ട് നോ ദ ആൻസർ? എനിക്ക് ഉത്തരം അറിയില്ല. അവൾ കഠിനമായി ജോലി ചെയ്യാറുണ്ടോ? അതായത് അവൾ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാറുണ്ടോ? ഇതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സബ്ജക്റ്റ് ഷീ ആണ്. അത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ഏതാണ്? ഡു ആണോ ഡസ് ആണോ? നമ്മൾ ഉപയോഗിക്കുന്നത് ഡസ് ആണ്. ഡസ് പിന്നെ സബ്ജക്റ്റ് ആയ ഷീ വരും. ഡസ് ഷീ, അതിനുശേഷം മെയിൻ വെർബ്. ഇവിടുത്തെ മെയിൻ വെർബ് എന്താ? വർക്ക്. ഡസ് ഷീ വർക്ക് നല്ലതുപോലെ? ഹാർഡ്. ഡസ് ഷീ വർക്ക് ഹാർഡ്? അവൾ നല്ലതുപോലെ അധ്വാനിക്കാറുണ്ടോ? അവൾ കഠിനമായി ജോലി ചെയ്യാറുണ്ടോ? ഡസ് ഷീ വർക്ക് ഹാർഡ്? ഇവിടെ ഹാർഡ് എന്ന് പറയുന്നത് അഡ്വർബ് ആണ്. എങ്ങനെ ജോലി ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്ന വാക്കാണിത്. ഡസ് ഷീ വർക്ക് ഹാർഡ്? അവൾ കഥകൾ എഴുതാറുണ്ടോ? ഇവിടെയും സബ്ജക്റ്റ് ഷീ ആണ്. അത് കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ഡസ് ആണ്. ഡസ് ഷീ റൈറ്റ് സ്റ്റോറീസ്? അവൾ കഥകൾ എഴുതാറുണ്ടോ? ഡസ് ഷീ റൈറ്റ് സ്റ്റോറീസ്? പിന്നെ റൈറ്റ്സ് എന്ന് പറയരുത്. അവൾ കഥകൾ എഴുതാറുണ്ട് എന്നെങ്ങനെയാ പറയുന്നത്? അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഷീ റൈറ്റ് സ്റ്റോറീസ് എന്നാണ്.
റൈറ്റിന്റെ കൂടെ നമ്മളൊരു എസ് കൂടി അവിടെ ആഡ് ചെയ്യും, കാരണം സബ്ജക്റ്റ് സിംഗുലർ ആണ്. പക്ഷെ ഇത് ക്വസ്റ്റ്യനായി മാറുന്ന സമയത്ത് ഡസ് ഉപയോഗിച്ചാണ് നമ്മളത് തുടങ്ങുക. പിന്നെ നമ്മൾ റൈറ്റ്സ് എന്ന് പറയില്ല, റൈറ്റ് എന്ന് മാത്രമേ പറയൂ. ഡസ് ഷീ റൈറ്റ് സ്റ്റോറീസ്? അവൾ കഥകൾ എഴുതാറുണ്ടോ? അതിന്റെ നെഗറ്റീവ് ഫോം എന്താണ്? ഷീ ഡസൻ റൈറ്റ് സ്റ്റോറീസ്, അല്ലെങ്കിൽ ഷീ ഡസ് നോട്ട് റൈറ്റ് സ്റ്റോറീസ്. അവൾ കഥകൾ എഴുതാറില്ല. ഷീ ഡസൻ റൈറ്റ് സ്റ്റോറീസ്. നിനക്ക് ഈ സുഗന്ധം ഇഷ്ടമാണോ? നമുക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ്. അപ്പൊ നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത് ഡു യു ഉപയോഗിച്ചാണ്. ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നത് ഡോണ്ട് യു ഉപയോഗിച്ചിട്ടാണ്. നിനക്ക് ഈ സുഗന്ധം ഇഷ്ടമാണ്. സുഗന്ധം ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ സെന്റ്. ഇതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഡു യു ലൈക്ക് ദിസ് ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ ദിസ് സെന്റ്. ഡു യു ലൈക്ക് ദിസ് ഫ്രാഗ്രൻസ്? നിനക്ക് ഈ സുഗന്ധം ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ദിസ് ഫ്രാഗ്രൻസ്? നിനക്ക് ഈ സുഗന്ധം ഇഷ്ടമാണോ? എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറയണമെങ്കിലോ ഐ ഡോണ്ട് ലൈക്ക് ദിസ് ഫ്രാഗ്രൻസ്. എനിക്ക് ഈ സുഗന്ധം ഇഷ്ടമല്ല. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നെഗറ്റീവ് ഉണ്ടാക്കാൻ നമ്മൾ ഡോണ്ട് അല്ലെങ്കിൽ ഡസന്റ് ഉപയോഗിക്കും. ഡോണ്ട് ഉപയോഗിക്കുന്ന പ്ലൂറൽ സബ്ജക്ട്സിന്റെയും ഐയുടെയും യുവിന്റെയും കൂടെയാണ്. ഡസന്റ് ഉപയോഗിക്കുന്ന സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. നിന്റെ കയ്യിൽ അവളുടെ നമ്പർ ഉണ്ടോ? ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഡു യു ഉപയോഗിച്ച് തുടങ്ങാം, അല്ലെങ്കിൽ ഹാവ് യു ഉപയോഗിച്ച് തുടങ്ങാം. രണ്ടും രണ്ട് സ്ട്രക്ചറിലാണ് യൂസ് ചെയ്യുന്നത്. ഡു യു ആണെങ്കിൽ പിന്നെ അതിനുശേഷം ഹാവ് വരണം. ഹാവ് യു ആണെങ്കിൽ പിന്നെ അതിനുശേഷം ഗോട്ട് വരണം. ഇത് ഓർത്തിരിക്കണം. ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാൻ ഉണ്ട് എന്ന് പറയാൻ ഐ ഹാവ് ഗോട്ട് എന്നോ ഐ ഹാവ് എന്നോ പറയാം. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ ഐ ഹാവ് എന്നോ ഐ ഹാവ് ഗോട്ട് എന്നോ പറയാം. ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ് എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എന്ന് ചോദിക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസ് ഹി ഹാവ്, ഡസ് ഷീ ഹാവ്, അല്ലെങ്കിൽ ഹാസ് ഷീ ഗോട്ട്, ഹാസ് ഹി ഗോട്ട്, അങ്ങനെ വേണം ചോദിക്കാൻ. നിന്റെ കയ്യിൽ അവളുടെ നമ്പർ ഉണ്ടോ? അവളുടെ നമ്പർ ഹെർ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? ഡു യു ഹാവ് ഹെർ നമ്പർ? ഡു യു ഹാവ് ഹെർ നമ്പർ? നിന്റെ കയ്യിൽ അവളുടെ നമ്പർ ഉണ്ടോ? അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് ഹെർ നമ്പർ? ഹാവ് യു ഹെർ നമ്പർ എന്നല്ല ചോദിക്കേണ്ടത്, ഹാവ് യു ഗോട്ട്. അവൾക്ക് നിന്റെ അഡ്രസ് അറിയാമോ? അവൾക്ക് നിന്റെ അഡ്രസ് അറിയാമോ? ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് നോ ആണ്. ആ വെർബ് പൊതുവെ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അവൾക്ക് നിന്റെ അഡ്രസ് അറിയാമോ? സബ്ജക്റ്റ് ഷീ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡസ് ആണ്, ഡു അല്ല. ഡസ് ഷീ നോ യുവർ അഡ്രസ്? ഡസ് ഷീ നോ യുവർ അഡ്രസ്? അവൾക്ക് നിന്റെ അഡ്രസ് അറിയാമോ? അയാൾ പുകവലിക്കുമോ? പുകവലിക്കാറുണ്ടോ? അയാളുടെ ഹാബിറ്റിനെ കുറിച്ചാണ് ചോദ്യം. ഡസ് ഹീ സ്മോക്ക്? അയാൾ പുകവലിക്കാറുണ്ടോ? ഡസ് ഹീ സ്മോക്ക്? അയാൾ പുകവലിക്കാറുണ്ടോ? നിങ്ങൾ പുകവലിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുക ഡു യു സ്മോക്ക് എന്നാണ്. യുവിന്റെ കൂടെ ഡു ആണ്, ഹീയുടെ കൂടെ ഷീയുടെ കൂടെ ഇറ്റിന്റെ കൂടെ എല്ലാം ഡസ് ആണ്. ഡസ് ഹീ സ്മോക്ക്? അയാൾ പുകവലിക്കാറുണ്ടോ? പുകവലിക്കാറില്ല എന്ന് പറയാൻ ഹീ ഡസൻ സ്മോക്ക്? അയാൾ പുകവലിക്കാറില്ല. അവർ കൂടെ കൂടെ വഴക്കു കൂടാറുണ്ടോ? പരസ്പരം വഴക്കു കൂടാറുണ്ടോ? സബ്ജക്റ്റ് അവരാണ്. അവർ എന്ന് പറയുമ്പോൾ ദേ അല്ലേ? ദേ ഒരു പ്ലൂറൽ പ്രൊനൗൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ഡു ആണോ ഡസ് ആണോ? ഡു ആണ് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങുന്നത് ഡു ഉപയോഗിച്ചാണ്. ഡു പിന്നെ സബ്ജക്റ്റായ ദേ. ഡു ദേ വഴക്കു കൂടുക. ക്വാറൽ പരസ്പരം വിത്ത് ഈച്ച് അതർ. അവർ പരസ്പരം വഴക്കു കൂടാറുണ്ടോ? പരസ്പരം ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷെ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഡു ദേ ക്വാറൽ വിത്ത് ഈച്ച് അതർ? കൂടെ കൂടെ എന്ന അർത്ഥം കിട്ടാൻ ക്വാറൽ എന്ന വെർബിന് മുന്നിൽ നമ്മൾ ഓഫൺ കൂടി ആഡ് ചെയ്യും. ഡു ദേ ഓഫൺ ക്വാറൽ വിത്ത് വൺ അനദർ, അല്ലെങ്കിൽ ഈച്ച് അതർ. ഈച്ച് അതർ ഉപയോഗിക്കാം, വൺ അനദർ ഉപയോഗിക്കാം. ഡു ദേ ഓഫൺ ക്വാറൽ വിത്ത് വൺ അനദർ അല്ലെങ്കിൽ ഈച്ച് അതർ? ആദ്യം ഓക്സിലറി വെർബ്, പിന്നെ സബ്ജക്റ്റ്, അതിനുശേഷം ഇവിടെ കൂടെ കൂടെ എന്ന അർത്ഥം വരുന്ന അഡ്വർബ് യൂസ് ചെയ്തു, ഓഫൺ ഉപയോഗിച്ചു. ആ അഡ്വർബ് അവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അഡ്വർബ്സിനെ നമുക്ക് പൊതുവെ സെന്റൻസിൽ നിന്ന് മാറ്റാൻ സാധിക്കും. മീനിങ്ങിൽ കാര്യമായ വ്യത്യാസം ഒന്നും വരില്ല. അവർ പരസ്പരം വഴക്ക് കൂടാറുണ്ട് എന്നെങ്ങനെയാ പറയുന്നത്? ദേ ഓഫൺ ക്വാറൽ വിത്ത് വൺ അനദർ. അഫർമേറ്റീവ് സെന്റൻസസിൽ നമ്മൾ ഡൂവും ഡസും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ആ വെർബ് ഏതോ അത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് ഫോം വേണം സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കാൻ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ആ വെർബിന്റെ കൂടെ ഒരു എസ് കൂടി ആഡ് ചെയ്യണം. ദേ ഓഫൺ ക്വാറൽ വിത്ത് വൺ അനദർ. ഇവിടെ നമ്മൾ ക്വാറൽസ് എന്ന് പറയാതിരിക്കുന്നതിനുള്ള കാരണം സബ്ജക്റ്റ് ദേ ആയതുകൊണ്ടാണ്. ദേ ഒരു പ്ലൂറൽ പ്രൊനൗൺ ആണ്. ഡൂവും ഡസും ഉപയോഗിച്ച് എങ്ങനെ ക്വസ്റ്റ്യൻസും നെഗറ്റീവ് സെന്റൻസസും ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ഇത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അത്യാവശ്യം അറിയുന്നവർക്കും തീർച്ചയായും ഇത് യൂസ്ഫുൾ ആയിരിക്കും. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളിപ്പോൾ ഗൂഗിൾ മീറ്റ് വഴി ലൈവായി ഓൺലൈൻ ഇംഗ്ലീഷ്
കോഴ്സസ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. IELTS പ്രിപ്പയർ ചെയ്യുന്നവർക്ക് IELTS പ്രിപ്പറേഷൻ ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രാമർ ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലാസ്സസും ഉണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ വിളിക്കാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ യൂട്യൂബിൽ ഇപ്പോൾ ഒരു പുതിയൊരു ഫീച്ചർ, ഹൈപ്പ് എന്ന് പറഞ്ഞൊരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്. അത് എൻ്റെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബട്ടൺ കൂടി കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.